മൂവിങ് ഓൺ ടു സമ്മതിക്കന്നെ നമ്മൾ സ്റ്റേജിൽ അടിച്ച് പൊളിച്ച് തകർത്ത് പാടുന്നൊരു ഗംഭീര പുള്ളിയുടെ ഞാൻ ആക്ച്വലി കൊച്ചിയിലും ദുബായിലും ഖത്തറിലൊക്കെ തന്നെ സ്റ്റേജിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഭയങ്കര സൈലൻ്റ് ആയിട്ടായിരിക്കും കേട്ടോ. സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഒന്നും സംസാരിക്കില്ല. അവിടെ കയറി കഴിഞ്ഞാൽ ഒരു 3-4 പാട്ട് അങ്ങോട്ട് അലക്കി ക്രൗഡിന് ഒറ്റയടിക്ക് അങ്ങോട്ട് കയ്യിലെടുത്താണ്. അപ്പോൾ ഇത് ഇത്തവണ സിനിമയിലൂടെ എന്തായാലും ആൾക്കാരെ കയ്യിലെടുക്കേണ്ട പരിപാടിയാണോ? എന്താണ് ക്യാരക്ടറിനെ കുറിച്ച് പറയും? ഇതിൽ ആദ്യം ഞാൻ എല്ലാ സിനിമയ്ക്കൊക്കെ പടം ചെയ്യണതിന് മുന്നേ ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ ചോദിക്കും എന്താ പരിപാടി എന്നൊക്കെ. അപ്പോൾ ചാൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇല്ല ചെറിയ പരിപാടി ഉള്ളൂടാന്നൊക്കെ പറയും. അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെ തന്നെ ചെറിയൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഇത്തിരി ലെങ്തായിട്ടുള്ളൊരു സാധനം കുറേ സിനിമകളിലേക്ക് അവിടെ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, അതിൽ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ മൊത്തം സബ്ജക്റ്റ് കേട്ടപ്പോൾ രഘു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഒരു SIയുടെ ക്യാരക്ടർ, SHOയുടെ അതിങ്ങനെ ഞാനിങ്ങനെ മനസ്സിലിട്ടിട്ട് ഞാൻ തന്നെ അപ്പിയറൻസൊക്കെ മാറ്റിയിട്ട് അപ്പോൾ ആ ക്യാരക്ടർ ആർക്കും കൊടുത്തിട്ടുണ്ടായില്ല. അത് ഈ ഫോട്ടോ ഒക്കെ ഞാനിങ്ങനെ വെറുതെ ബാബിക്കൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ബാബി പറഞ്ഞു കൊള്ളാമല്ലോ ഇത്. അപ്പോൾ ക്യാനെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഈ ക്യാരക്ടറിൽ വന്ന് വീഴണതും പിന്നെ ആ ക്യാരക്ടർ വലുതാക്കി തന്നതൊക്കെ റാഫിക്കാണ്. ചെയ്യണ കണ്ടപ്പോഴാണ് നന്നായി എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കറിയില്ല, എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ് SHO രഘു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അപ്പോൾ നാദർശികരുടെ ഒരു സ്റ്റേജിൻ്റെ ഭാഗമായിട്ട് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം കിട്ടി. അതുപോലെ തന്നെ ഇക്ക തന്നെ ആദ്യത്തെ പടത്തിൽ വേഷവും ഇക്ക തന്നെ തന്നു. ആദ്യത്തെ ഷോട്ട് അർജുൻ ചേട്ടൻ്റെ കൂടെയാണ് ഒരുമിച്ച് ചെയ്യാൻ പറ്റി. അതും ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോൾ ഏതൊരു മിമിക്രിക്കാരൻ്റെയും, ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, മിമിക്രിക്കാരൻ്റെ ആഗ്രഹമുണ്ട് സിനിമ നടനാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണണം, കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. റാഫിക്കയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മൂവിങ് ഓൺ ടു ദ മ്യൂസിക് ഡയറക്ടർ. ഏതൊരു സിംഗറിനും അല്ലെങ്കിൽ ഏതൊരു മ്യൂസിഷ്യൻ്റെ ഒരു ഗ്രാഫിനെ പോകണം, അതുപോലെ തന്നെയാണ് ഹിഷാമിൻ്റെ പോയത്. അതായത് ഒരു റിയാലിറ്റി ഷോയിൽ വന്നു, അതിൽ ഒരുപാട് ശ്രദ്ധേയമായ പാട്ടുകൾ ഒരുപാട് പാടി, അതിനുശേഷം ഹിറ്റ് ഗാനങ്ങൾ പാടി, പിന്നെ മ്യൂസിക് ഡയറക്ടറായി. ഇപ്പോൾ മാത്രമല്ല മലയാളത്തിൽ വളരെ വ്യത്യസ്തമായ എക്സ്പെരിമെൻ്റൽ മ്യൂസിക് ഒക്കെ ചെയ്യുന്ന മ്യൂസിക് കമ്പോസർ കം സിംഗറാണ് ഹിഷാം. താങ്ക് യു. ഒത്തിരി സന്തോഷം വീണ്ടും ദുബായിലേക്ക് വരാൻ കഴിഞ്ഞതിൽ. അതും വൺസ് അപ്പോൺ എ ടൈമിൽ കൊച്ചിൻ്റെ ടീമിൻ്റെ കൂടെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായി വന്നതിൽ ഒരുപാട് സന്തോഷം. അഗൈൻ താങ്ക് യു നാദിർഷാക്ക, റാഫി സർ, തനന്തൂർ സർ, അവരെല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയാണ്. ഇവരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഇതിൽ അഞ്ച് പാട്ടാണുള്ളത്. ഞാൻ, നാദിർഷാക്ക, മുഹമ്മദ് അനസ്, സിത്താര, വിധുപ്രതാപ്, സമദിക്ക, ഡന റസിഖ്, ഹരിശങ്കർ, ഇത്രയും സിംഗേഴ്സാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം 2 പാട്ടുകളാണ് റിലീസായത്. ഒന്ന് മാപ്പിളപ്പാട്ടും, അതെ, പിന്നെ ലവ് സോങ് നാദിർഷാക്കയാണ് കമ്പോസ് ചെയ്തത്. അപ്പോൾ ഈ 2 പാട്ടിനും നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു. നമ്മളുടെ ഇവിടെ ഗൾഫിലേക്ക് സിനിമ എത്തിക്കുക, അതായത് നമ്മൾ പ്രവാസികളായ സമയത്ത് നമുക്ക് ഈ മലയാള സിനിമകൾ നാട്ടിൽ ഇറങ്ങുന്ന സമയത്ത് അയ്യോ ഇത് കാണണമല്ലോ. ഇപ്പം അതേപോലെ തന്നെ അതേ ഒരു ആംബിയൻസിന് അതേ ഒരു വൈബിൽ തന്നെ നമുക്ക് ഇവിടെ പ്രവാസികളായി സിനിമ കാണാൻ ഇപ്പോൾ സാധിക്കുന്നു. അതുപോലെ തന്നെ അപ്പം അതിന് വലിയ ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ്. ഇവിടെ രേഷ്രാജ് ഫിലിംസിൽ നിന്നും ശ്രീ രാജൻ വർക്കലിനെ ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യണം സ്റ്റേജിലോട്ട്, പ്ലീസ്. രാജേട്ടാ കം പ്ലീസ് സെറ്റ്. ബിക്കോസ് നമുക്കറിയാലോ, നമുക്ക് നാട്ടിലിറങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ ആ സിനിമ അതുപോലെ തന്നെ ആസ്വദിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്സ് ഉണ്ട് ആ സിനിമ ഇവിടുത്തെ തിയേറ്ററിലേക്ക് എത്തിക്കുക, ഇവിടുത്തെ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പം രാജേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ബ്രിങ്ങിങ് സച്ച് എ വണ്ടർഫുൾ മൂവി ടു ദ എൻറ്റയർ ഗൾഫ് GCC. താങ്ക് യു സോ മച്ച്. എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് തന്നെ നന്ദി പറയാനുണ്ട്. ഞാൻ ബ്രദറിന് തുല്യം സ്നേഹിക്കുന്ന നാദിർ ഷാ ഈ മൂവി ഞങ്ങളിൽ ഏൽപ്പിച്ചതിൽ എല്ലാ ക്രെഡിറ്റും അദ്ദേഹത്തിനാണ്. അത് അംഗീകരിച്ച പ്രൊഡ്യൂസറിനും അതുപോലെ ഞാൻ റാഫിക്കയ്ക്ക് നന്ദി പറയുന്നു. കാരണം അവർ 3 പേരുടെയും സപ്പോർട്ട് കൂടിയാണ് എനിക്ക് ഈ മൂവി ചെയ്യാൻ ഇവിടെ കഴിയുന്നത്. ഓവർസീസ് എന്നോടൊപ്പം സഹകരിക്കുന്ന ഫൈസലാണ്, പ്ലേ ഫിലിംസ്, ഞങ്ങൾ 2 ആളും ചേർന്നാണ് GCC ഓവർസീസ് ചെയ്യുന്നത്. നമ്മുടെ ബെസ്റ്റ് നമ്മൾ
എത്ര സെൻറ്ററുകൾ എടുക്കാൻ പറ്റുമോ അത്രയും സെൻറ്ററുകൾ എടുത്ത് മാക്സിമം ഷോസും എടുത്ത് ഈ പടത്തെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ 29 വർഷമായിട്ട് ഞാൻ ഈ മേഖലയിലുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഞാൻ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് ഞാൻ വിജയിപ്പിക്കും. നിങ്ങളെല്ലാവരും കൂടി നിൽക്കണം കൂടെ. കാരണം നമ്മളെ ഗൾഫിലെ മലയാളികളെല്ലാം നമ്മളെ കൂടെ നിന്ന് ഈ പടത്തിനോടൊപ്പം നിന്ന് അതിന് വേണ്ടുന്ന പ്രൊമോഷൻസും എല്ലാം കൊടുത്ത് എല്ലാവരെയും തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ പടം കാണിച്ച് ഇതിനെ വിജയിപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയും പടം കിട്ടത്തുള്ളൂ, ഇവർ നമ്മളെ വിശ്വസിക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ ആ ഒരു വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. താങ്ക് യു ബ്രദർ ആൻഡ് റാഫിക്ക ആൻഡ് കലന്തൂർ സാർ. കലന്തൂർ സാറിന് ഒരു വിഷമമുണ്ട്, കാരണം ചിരിയൊന്നും കാണുന്നില്ല മുഖത്ത്. കാരണം ഇങ്ങനെ ഒരു വിഷമിച്ചിരിക്കുകയാണ്, ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സാർ ടെൻഷനൊന്നും അടിക്കേണ്ട, ഈ പടം ഹിറ്റ് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. താങ്ക് യു. കലന്തൂർ എൻ്റർടൈൻമെൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രസൻസ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. അപ്പോൾ എനിക്കൊന്ന് ടൈം ഫോർ ഷൂട്ടിംഗ് ദ ക്വസ്റ്റ്യൻസ്, മീറ്റ് ആൻഡ് ഗ്രീറ്റ് ആണല്ലോ. അപ്പോൾ യെസ്, ഇനി ക്വസ്റ്റ്യൻ ടൈമാണ്. ആരാണ് ഇവിടുന്ന് ആദ്യമാണ് തുടങ്ങുന്നത്? ഒരുപാട് സിനിമകളുടെ പ്രൊമോഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രധാനം, കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി ഈ പ്രൊഡ്യൂസറിന് മുഖം താക്കേണ്ടി വരില്ല. കാരണം ഓൾറെഡി പറഞ്ഞിട്ടായി റാഫിക്കായും നാദിർഷയ്ക്കയാണ് ഈ ഒരു സിനിമയുടെ മെയിൻ തൂടെന്ന് പറഞ്ഞപ്പോൾ കഥ കേൾക്കാതെ തന്നെ പ്രൊഡ്യൂസർ, അത് തന്നെ ഞങ്ങളുടെയും പവർ തന്നെ അല്ലേ. ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ഇന്ന് രാവിലെയാണ് ഇവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നാദിർഷക്കാവും അർജുൻ സാർ റാഫിക്ക ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വേറെ ഒന്നും ചോദിക്കാൻ നിന്നിട്ടില്ല. അവരെവിടെയാ ലൊക്കേഷൻ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇന്ന് രാവിലെയാണ് ഇൻവൈറ്റ് ചെയ്തത്. എല്ലാവരും വെച്ച് നമ്മൾക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ഈ സിനിമ ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. കാരണം നമ്മളൊക്കെ കണ്ടതാണ് അമർ അക്ബർ അന്തോണി, അതുപോലെ നമ്മുടെ വിഷ്ണുവിൻ്റെ ആദ്യത്തെ പടം, പിന്നെ റാഫിഖാൻ്റെ കഥ പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചു. അപ്പോൾ എന്തായാലും ഈ ഒരു പടം നല്ലൊരു ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. എന്നാലും അതുപോലെ അർജുൻ പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്നലെ രാത്രിയാണ് ബ്രഹ്മയുഗം കണ്ടത്. അതിൽ കണ്ട ആളെ അല്ല കേട്ടോ ഇപ്പം ഇങ്ങനെ കാണുന്നത്. ഒരു നല്ലൊരു കയ്യടി അല്ലേ, ആ ഒരു സൂപ്പർ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് റാഫിക്ക, എന്തായാലും ചോദിക്കാൻ പോകുന്നുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ നിങ്ങൾ ത്രില്ലർ എന്ന് പറഞ്ഞ്, പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്നത് വരെ ഞങ്ങൾ ചിരിച്ചു മരിക്കുന്നില്ല, ആ ഒരു ലെവലിലായിരുന്നു. പ്രത്യേകിച്ചിട്ട് നാദിക്കാവും റാഫിക്കാവും ഒന്നിക്കുമ്പോൾ. അപ്പോൾ ഇതൊരു ത്രില്ലർ എന്ന് പറയുമ്പം ചിരിപ്പിച്ചിട്ടുള്ള ഒരു ത്രില്ലർ ആവോ, അതോ ത്രില്ലർ എന്ന് പറഞ്ഞാൽ അവർ ഏത് തരം ത്രില്ലറാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇത് ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡാർക്ക് ത്രില്ലറല്ല, ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. പക്ഷേ അതിൽ ഹ്യൂമറുണ്ട്. ഞാൻ ഇങ്ങനെ ത്രില്ലർ എന്ന് പറയാൻ കാര്യം, പൊതുവേ ഞങ്ങൾ തമ്മിൽ ചേർന്ന ഒരു മുഴുനീള ഹാസ്യചിത്രമായിരിക്കും പ്രതീക്ഷിക്കുക. അതല്ല എന്ന് പറഞ്ഞു, ഹ്യൂമറുണ്ട്, പക്ഷേ ഒരു ത്രില്ലർ പാറ്റേണിലാണ് പറയുന്നത്. പക്ഷേ ഒരു ഡാർക്ക് സിനിമയല്ല, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എൻ്റർടൈനറാണ്. അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഞാനും ഒരു കൊച്ചിക്കാരിയാണ്. സോ ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടാണ് അശ്വന്ത്. സോ ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ട് അശ്വന്തിൻ്റെ ചെറിയ ഏതെങ്കിലും ഒരു സൗബിനിക്കായിട്ട് മെമ്മറി. താങ്ക് യു. 4 വർഷത്തിന് ശേഷം തന്നെ യാദൃശ്യമായിട്ട് കണ്ടുമുട്ടി, സന്തോഷം. ചെറുതായിട്ട് ഒരു സാധനം ചെയ്യാം, കൈയടിക്കണം എല്ലാവരും. ചെയ്തിട്ട് കൈയടിച്ചാ ഡിങ്കോൾഫി ഇല്ലേ ബേബി ചേട്ടൻ സോനോട് ഈ കാര്യം ചോദിച്ചാ കാർക്കിച്ച് തുപ്പോളി മുഖത്ത് മനസ്സിൽ പുഷ്ടം വെച്ച് എത്ര ദൈവങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടും യാതൊരു കാര്യമില്ല ബേബി ചേട്ടാ. മഹാന്മാരെ അടുത്തറിയും തോറും മനസ്സിലെ വിഗ്രഹം എത്ര സത്യമല്ലേ. ആട്ടിച്ച് ബേബി ഇത്രക്ക് ചീപ്പാണോ? ഐ ക്വിറ്റ്, ഞാൻ നിർത്തണോ ബേബി ചേട്ടാ? അതേ നീ ബെനറ്റ് മുളയുടെ ഡോവർമാന്റെ കുണ്ടിയിൽ പടക്കം വെച്ച് പൊടിച്ച നിസ്സാര കേസാണ് മഹിച്ചേട്ടാ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അവിടുത്തെ ഫോട്ടോഷോപ്പ് ഒക്കെ പഠിച്ചു. എന്നെ ചിരിച്ച് ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. താങ്ക് യു. അവിടെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് തന്നെ. നാദിർഷ്ക, ഒരു ക്വസ്റ്റ്യൻ കൂടി. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സോങ്ങുകളിലേക്കൊക്കെ നമ്മുടെ പഴയ പാട്ടുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പുതിയ മാപ്പിളപ്പാട്ട് ഇറങ്ങിയതിലും നമ്മുടെ പഴയ ദർജപ്പ് മോളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും? ഒരു പാട്ടല്ല, 3 പാട്ട് ആഡ് ചെയ്തു. ഇതിനകത്ത് 3 പഴയ മാപ്പിളപ്പാട്ടുകൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല. പാട്ടിൻ്റെ കമ്പോസിങ് ടൈമിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ചെയ്തപ്പോൾ പെട്ടെന്ന് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്താൽ എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഫീൽ. ഇപ്പോൾ ചോദിക്കാനുള്ള ഒരു കാരണം ഉണ്ടായില്ലേ, അത് തന്നെ ഉദ്ദേശിച്ചുള്ളൂ. കാരണം നമ്മളെല്ലാവരും ഇങ്ങനെ ചോദിക്കണം, ഇതിനെക്കുറിച്ചിട്ട് പറയണം. ഇതിപ്പോൾ ഒരു അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇത് ടച്ച് ചെയ്യാണ്ട് പോവുകയാണെങ്കിൽ ഇങ്ങനൊരു ചോദ്യം വരില്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഉത്തരം പറയേണ്ടി വരില്ലായിരുന്നു. ഇപ്പോൾ
അത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് എനിക്ക് തോന്നുന്ന ആ ഒരു ഏരിയ വരുമ്പോൾ പണ്ടത്തെ നമ്മളുടെ ആ ലെജൻസ് ചെയ്തു വെച്ചിരിക്കുന്ന ആ പാട്ടിൻ്റെ ഒരു പവറാണ് ആ പവറാണ് നമുക്ക് ഇപ്പോഴും എല്ലാവരുടെയും ഏറ്റുപാടുന്നത്. അത് കേൾക്കുമ്പോൾ ആ ലെജൻസിൻ്റെ അടുത്ത് എപ്പോഴും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു. എനിക്ക് അർജുൻ്റെ അടുത്താണ് ചോദിക്കാനുള്ളത്. അർജുൻ്റെ ഫസ്റ്റത്തെ മൂവി തൊട്ട് ഇതുവരെയുള്ള ഇപ്പം ബ്രഹ്മയുഗം വരെയുള്ള മൂവിയിൽ ക്യാരക്ടറിൽ ഒരുപാട് വ്യത്യസ്തതകൾ വരുന്നുണ്ട്. പല ജോണറിലുള്ള പടങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. സാധാരണ യങ്സ്റ്റാർസ് ഒരേ പാറ്റേൺ മൂവീസാണ് പലപ്പോഴും ചെയ്യാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോൾ നാദിർഷയ്ക്ക് അതല്ലെങ്കിൽ റാഫിക്ക എന്നുള്ള ആ ഒരു ഡയറക്ടർ അതല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളതാണോ നിങ്ങൾ നോക്കിയത്, അതോ ആ ഒരു ക്യാരക്ടറുള്ള വ്യത്യസ്തതയാണോ നോക്കാനുള്ള കാര്യം ഈ ഒരു സിനിമ ചൂസ് ചെയ്യാനുള്ള? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോഴത്തെ എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവരും ഓരോ ക്യാരക്ടേഴ്സ് വ്യത്യസ്തമായി ചെയ്യാൻ തന്നെ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ എൻ്റെ അറിവിലുള്ള ആക്ടേഴ്സ് എല്ലാവരും. അപ്പോൾ അതേപോലെ തന്നെ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ക്യാരക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യാണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ട് എന്തായാലും ബോറടിക്കും, മടുക്കും. കൂടിപ്പോയി 2-3 പടം വരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പിന്നെ അത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ എന്തായാലും മടുക്കും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ആകർഷിച്ചത് റാഫിക്കയുടെയും നാഷിക്കയുടെയും കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കഥ കേട്ടപ്പോൾ ക്യാരക്ടർ എനിക്ക് വർക്കായി. അപ്പോൾ നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിച്ചു. അത്ര തന്നെ. ഓഫ് കോഴ്സ്. നാദിർഷയോട് ചോദിക്കും. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി പോലെ നമുക്ക് ദുബായ് ബേസ് ചെയ്തിട്ടൊരു ഫിലിം റൈൽക്ക് അറബി കഥ പോലെ നമുക്കൊരു ഫിലിം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് പ്രവാസികൾക്ക് വേണ്ടിയിട്ട്? അങ്ങനെ പ്രത്യേകിച്ചൊരു ടീമിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ വിചാരിച്ചല്ല സിനിമ ചെയ്യാൻ തോന്നുന്നത്. നമുക്കൊരു നല്ല സബ്ജക്റ്റുകൾ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ നല്ല സബ്ജക്റ്റുകൾ നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമുക്കത് അത് എങ്ങനെയാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ ഈ നേരത്തെ അർജുൻ പറഞ്ഞ പോലെ കഥാപാത്രങ്ങൾ നമ്മളെ തേടി വരുന്ന പോലെ ചില കഥകൾ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ചില നല്ല കഥകൾ നമ്മളുടെ അടുത്തെത്താറുണ്ട്. അത്തരത്തിലെത്തുമ്പോൾ അങ്ങനെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ സന്തോഷമുള്ള കാര്യമുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന്. ഒരു കാര്യം പറയുന്നത്, നമ്മളുടെ സിനിമയിൽ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരുടെ പുറത്തുള്ള എല്ലാവരും ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. പുതിയ ആർട്ടിസ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ടെക്നീഷ്യൻസ്, ഇപ്പോൾ കലന്തൂർ സാർ അതിനുള്ളൊരു ചങ്കൂറ്റം കാണിച്ചു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ടറാണെങ്കിലും പ്രൊഡ്യൂസറാണെങ്കിലും റൈറ്ററാണെങ്കിലും ഒരു പുതിയ ഹീറോനെ അല്ലെങ്കിൽ പുതിയ ടെക്നീഷ്യനൊക്കെ പരീക്ഷിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും, കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണഗതിയിൽ പറയാറുണ്ട് നമ്മൾ റിവ്യൂസ് എന്ന് പറയുന്നത് സിനിമ ഒരിക്കലും കുഴപ്പമാക്കില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഒരു ടീം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സിനിമയെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും ഓഡിയൻസിൻ്റെ ഇടയിൽ ഉറപ്പായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവണതകൾ നാട്ടിലും എവിടെയെങ്കിലൊക്കെ കൂടിക്കൊണ്ട് വരികയാണെങ്കിൽ സത്യസന്ധമായിട്ടുള്ള അല്ല സിനിമയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ലത് തോന്നുകയാണെങ്കിൽ ശക്തമായിട്ട് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു